Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വാം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡ്, ദാറ്റ് ഈസ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ NWCM അതേപോലെ LCM ഒക്കെ ഡിസ്കസ് ചെയ്തു. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനീഷ്യൽ ഫെസിബിൾ സൊല്യൂഷൻ, ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ഫെസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സുകളാണ് നമ്മൾ പറയുന്നത്. അതിലെ മൂന്നാമത്തെ മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡുമാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഓർ ഷോർട്ട്ലി നോൺ ആസ് വാം. ലെറ്റ് us see one example. ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് പെനാൽറ്റി എന്നുള്ളതാണ്. ഫൈൻഡ് പെനാൽറ്റി. ഇനി പെനാൽറ്റി എന്താണെന്നുള്ളത് പറയാം. പെനാൽറ്റി വിച്ച് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലീസ്റ്റ് കോസ്റ്റ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം. ഓരോ കോളത്തിലെയും ഓരോ റോയിലെയും ഏറ്റവും ചെറിയ രണ്ട് കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ആ പെനാൽറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് ദ പെനാൽറ്റി ഫോർ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ. നോക്കാം നമുക്ക്. ഇതിൽ ആദ്യത്തെ റോ എന്ന് പറയുന്നത് O1. ഈ റോന്റെ പെനാൽറ്റി ഷോൺ വിത്തിൻ ബ്രാക്കറ്റ്. ഇതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഈ റോയിലെ നോക്കൂ, ഈ റോയിലെ ഏറ്റവും ചെറിയ രണ്ട് വാല്യൂസ് കോസ്റ്റ് എന്ന് പറയുന്നത് 22 ആൻഡ് 26. ദീസ് ടു ആർ ദ ടു ലീസ്റ്റ് കോസ്റ്റ്. ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ 26 ആൻഡ് 22. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 26 മൈനസ് 22, ദാറ്റ് ഈസ് 4. The difference between two least or two smallest cost in this row, that is 4. This 4 is the penalty of this row. Then the penalty of second row, that is O2 row, two least cost 20 and 28 are the two least cost in this row. The difference between these two least cost, that is 28 minus 20, that is 8. അതേപോലെ എല്ലാ റോയിൻ്റെയും കോളത്തിൻ്റെയും പെനാൽറ്റി കണ്ടുപിടിക്കുക നമ്മൾ. ഈ റോയില് രണ്ട് ചെറിയ വാല്യൂസ്, ടു ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 20 ആൻഡ് 26 ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 26 ആൻഡ് 20, ദാറ്റ് ഈസ് 6. ഈ റോയുടെ പെനാൽറ്റി 6 ആണ്. ഇനി നമ്മൾ കോളം വൈസിൽ, റോ വൈസിലുള്ള പെനാൽറ്റി കണ്ടു. കോളം വൈസ് നോക്കാം. ഫസ്റ്റ് കോളം D1 ആണ്. ഇതിലെ ടു ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 22 ആൻഡ് 32. 22 ആൻഡ് 32 ആർ ദ ടു least cost. The difference between 22 and 32 is 32 minus 22, that is 10. ഈ കോളത്തിലെ D2 എന്ന് പറഞ്ഞ കോളത്തിലെ രണ്ട് ചെറിയ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 26 ആൻഡ് 36. ടു ലീസ്റ്റ് കോസ്റ്റ് ഓർ ടു സ്മോളസ്റ്റ് കോസ്റ്റ് 26 ആൻഡ് 36. The difference is 10. ഈ ഒരു കോളത്തിലെ ടു ലീസ്റ്റ് കോസ്റ്റ് 26 ആൻഡ് 28. The difference between 28 and 26, that is 2. ഈ ഒരു കോളത്തിലെ ടു ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 20 and 20. 20 is repeating 2 times. So the difference between these two values or these two costs, 20 minus 20, that is 0. 20 minus 20, that is 0. So this is how we are calculating the penalty for each row and column in the transportation matrix. First step ഇതായിരുന്നു ഫൈൻഡ് പെനാൽറ്റി. ഓരോ കോളത്തിലെയും ഓരോ റോയിലെയും പെനാൽറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഓരോ റോയിലെയും കോളത്തിലെയും രണ്ട് ചെറിയ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഫൈൻഡ് ചെയ്ത പെനാൽറ്റിയിൽ ഹയസ്റ്റ് പെനാൽറ്റി സെലക്ട് ചെയ്യുക. സെലക്ട് ദ ഹയസ്റ്റ് പെനാൽറ്റി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പെനാൽറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം 10 ആണ് ഹയസ്റ്റ് പെനാൽറ്റി. 10 is repeating 2 times.
10 ആണ് ഹയസ്റ്റ് പെനാൽറ്റി. ഡി ഫസ്റ്റ് കോളത്തിൻ്റെ പെനാൽറ്റി 10 ആണ്. അതേപോലെ സെക്കൻഡ് കോളത്തിൻ്റെ പെനാൽറ്റിയും 10 ആണ്. 10 ഈസ് റിപ്പീറ്റിംഗ് 2 ടൈംസ്. അപ്പോൾ നമുക്ക് ഇതിൽ എനി വൺ വി ക്യാൻ സെലക്ട് എനി കോളം ഓർ റാൻഡംലി നമുക്ക് ഇഷ്ടമുള്ള കോളം. ഇനീഷ്യൽ ഫെസിബിൾ സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്യുക. 10-ൽ ഏതെങ്കിലും ഒന്ന്. 10 മാക്സിമം ആണ്. 10 ആണ് മാക്സിമം ഹയസ്റ്റ്. അതിൽ ഏതെങ്കിലും ഒരു കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഞാൻ D2 എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തു. 10-ന്റെ D2, ഈ കോളം D2 എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെലക്ട് ചെയ്ത കോളത്തിലെ ലീസ്റ്റ് കോസ്റ്റ് ഫൈൻഡ് ദ ഓർ allocate to the cell, allocate to the least cost cell, allocate to the least cost cell. മൂന്നാമത്തെ സ്റ്റെപ്പ് അലോക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഏത് സെല്ലിലാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കേണ്ടത്? allocate to the least cost cell in the selected column or row. അപ്പോൾ ഇവിടെ ഞാൻ D2 എന്ന് പറഞ്ഞ കോളാണ് സെലക്ട് ചെയ്തത്. ഇതിലെ ലീസ്റ്റ് കോസ്റ്റ് D2 എന്ന് പറഞ്ഞ കോളത്തിലെ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 26 ആണ്. 26, 36, 40. ഇതിലെ ലീസ്റ്റ് കോസ്റ്റ് 26 ആണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ആദ്യം അലോക്കേഷൻ കൊടുക്കുന്നത്. 26-നാണ് ആദ്യം അലോക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പം ഇതിന് നമ്മൾ എത്ര കൊടുക്കും? കൺസിഡറിങ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. കറസ്പോണ്ടിങ് ഡിമാൻഡ് ഈസ് 450, 450 ആണ്. കറസ്പോണ്ടിങ് സപ്ലൈ ഈസ് 500. ഡിമാൻഡ് 450 ആണ്, സപ്ലൈ 500 ആണ്. വിച്ച് എവർ ഈസ് ലെസ്, 450, 500. ഇതിൽ മിനിമം 450 ആണ്, 450. അപ്പം വി ക്യാൻ അലോക്കേറ്റ് 450 ഹിയർ, 450 ഹിയർ, 450. നമുക്കറിയാം 450 ഈ ഒരു കോളത്തിന് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് കോളം വിൽ ബി eliminated. This column will be eliminated. Then next step, as usual, prepare revised matrix. Revised matrix excluding the D2 column, that is O1, O2, O3. അതേപോലെ D1, D2 എലിമിനേറ്റ് ചെയ്തു. D3, D4, D1, D3, D4. O1-ൻ്റെ കോസ്റ്റ് 22, 34, 28. O2-ൽ 32, 28, 20. O3-ൽ 42, 26, 20. ഇതാണ് റിവൈസ്ഡ് മെട്രിക്സ്. നമ്മൾ റിവൈസ്ഡ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പെനാൽറ്റി കാണണം, പിന്നെ ഹയസ്റ്റ് പെനാൽറ്റി സെലക്ട് ചെയ്യുക, ദെൻ ആ കൺസേൺഡ് കോളം റോയിലെ ലീസ്റ്റ് കോസ്റ്റിന് നേരെ അലോക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും പെനാൽറ്റി കണ്ടുപിടിക്കണം. നേരത്തെ കണ്ടതുപോലെ പെനാൽറ്റി കാണണം. അത് വീണ്ടും കാണണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ കോളം എലിമിനേറ്റ് ചെയ്തതിന് ശേഷമുള്ള മെട്രിക്സ് ആണ്. അതുകൊണ്ട് പെനാൽറ്റിയിൽ ചേഞ്ച് വരും. അഗെയിൻ വി ഫൈൻഡിങ് ദ പെനാൽറ്റി ഫോർ ഈച്ച് കോളം ആൻഡ് ഈച്ച് റോ ഇൻ ദിസ് മെട്രിക്സ്. നോക്കൂ, ഫസ്റ്റ് റോയിലെ പെനാൽറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ ഡിമാൻഡ് കാണിക്കണം. നേരത്തെ സപ്ലൈ ഫസ്റ്റ് കോളം D1-ലെ ഡിമാൻഡ്, ആദ്യം ഡിമാൻഡ് കാണിക്കാം. ഡിമാൻഡ് നോക്കൂ, ഇവിടെ നോക്കൂ, 400. D3-ലേത് 550. D4 500. അതിൽ മാറ്റമൊന്നുമില്ല. ഇനി സപ്ലൈ നോക്കൂ, O3-ല്
O3 800, O2 600, O1 നമുക്കറിയാം ചേഞ്ച് വരും എന്നുള്ളത് 500, അതിൽ 450 കൊടുത്തു, ഇവിടെ 450 അലോക്കേറ്റ് ചെയ്തു, 500 450 അലോക്കേറ്റ് ചെയ്തു. സോ ദ ബാലൻസ് ഈസ് 50, ദാറ്റ് ഈസ് 500 minus 450, 50, 50, balance is 50, supply here 50, 50. ഇത് നമ്മൾ NWCM അതേപോലെ LCM ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ പെനാൽറ്റി കാണാം. ഫസ്റ്റ് റോയുടെ പെനാൽറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലീസ്റ്റ് വാല്യൂ, that is 28 and 22. 28 and 22, the difference is 6. Two least value 20 and 28. 20 and 28, the difference is 8. Two least value in this row 20 and 26, the difference is 6. In column wise 22 and 32. Least two value 22, 32, 10. അതേപോലെ ഈ ഒരു കോളത്തിൽ 26, 28, that is 2. Again 20 and 20, that is 0. Highest penalty എന്ന് പറയുന്നത് 10 ആണ്. നമുക്കറിയാം 6, 8, 6, 0, 2, 10. 10 ആണ് ഹയസ്റ്റ് പെനാൽറ്റി. ഈ കോളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ കോളത്തിലാണ് അലോക്കേഷൻ കൊടുക്കേണ്ടത്. അതായത് D1 എന്ന് പറഞ്ഞ കോളത്തിൽ. D1 എന്ന് പറഞ്ഞ കോളത്തിൽ ഏറ്റവും ചെറിയ കോസ്റ്റ്, ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 22 ആണ്. 22, 32, 42. ഇതിൽ ഏറ്റവും ചെറുത് 22 ആണ്. ഈ ഒരു സെല്ലിനാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കേണ്ടത്. എത്ര കൊടുക്കണം? കറസ്പോണ്ടിങ് ഡിമാൻഡ് നോക്കണം, സപ്ലൈ നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അലോക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ കറസ്പോണ്ടിങ് ഡിമാൻഡ് എന്ന് പറയുന്നത് 400 ആണ്, കറസ്പോണ്ടിങ് സപ്ലൈ എന്ന് പറയുന്നത് 50 ആണ്. 400 and 50, 400, 50 വിച്ച് ഈസ് മിനിമം 50. ഇപ്പോൾ 50 ആണ് നമുക്ക് ഇവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക. 50, 50, 50. അപ്പോൾ ഇവിടെ 50 അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ദിസ് കോളം വിൽ ബി, ദിസ് റോ വിൽ ബി eliminated. O1 എന്ന് പറഞ്ഞ റോ എലിമിനേറ്റ് ആവുന്നു. Then prepare the revised matrix, that is O2, O3, അതേപോലെ D1, D1, D3, D4. O2 32, 28, 20, 32, 28, 20. O3 42, 26, 20, 42, 26, 20. Supply O2 600, O3 800, 600, 800, 600, 800. Demand D4 500, D3 550, 500, 550. D1 നമുക്കറിയാം ഇവിടെ 400 50 അലോക്കേറ്റ് ചെയ്തു. ഔട്ട് ഓഫ് 400 50 is allocated, so the balance is 400 minus 50, that is 350. ഇനി 350 ഇവിടെ ഉള്ളൂ. So D1 350. Again we are finding the penalty for each row and column in this revised matrix. ഈ ഒരു റോന്റെ പെനാൽറ്റി, O2 എന്ന് പറഞ്ഞ റോന്റെ പെനാൽറ്റി, the difference between two least cost, that is 20 and 28. 20 and 20, the difference is 8. 28 minus 20, 8. Here the difference is 26 minus 20, that is 6. D1 32 minus 42, ഇവിടെ രണ്ട് വാല്യൂസേ ഉള്ളൂ. സോ ഈ രണ്ട് വാല്യൂസ് തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാം. 32, 42 minus 32, that is 10. 28 minus 26, 2. 20 minus 20, 0. നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് ഹയസ്റ്റ് പെനാൽറ്റി ഉള്ള കോളം റോ സെലക്ട് ചെയ്യുക. 8, 6, 0, 2, 10. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പെനാൽറ്റി 10 ആണ്. അഗെയിൻ 10. സോ D1 എന്ന് പറഞ്ഞ കോളം ഞാൻ സെലക്ട് ചെയ്യുന്നു. 10ന് നേരെയുള്ള കോളം, ദാറ്റ് ഈസ് D1 കോളം. ഈ കോളത്തിൽ
ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 32, 42, 32 ആണ്. 32നാണ് അലോക്കേഷൻ കൊടുക്കേണ്ടത്. എത്ര നമ്മൾ കൊടുക്കണം? കറസ്പോണ്ടിങ് ഡിമാൻഡ് നോക്കുക, കറസ്പോണ്ടിങ് സപ്ലൈ നോക്കുക. കറസ്പോണ്ടിങ് ഡിമാൻഡ് 350 ആണ്, കറസ്പോണ്ടിങ് സപ്ലൈ 600 ആണ്. 600, 350 വിച്ച് ഈസ് മിനിമം 350 ആണ് ഇവിടെ അലോക്കേഷൻ ചെയ്യേണ്ടത്. 350 കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ദിസ് കോളം വിൽ ബി എലിമിനേറ്റഡ്. കോളം എലിമിനേറ്റ് ആകുന്നു. Then we are preparing that revised matrix, that is O2, O3, D3 and D4. The costs are 28, 20, 26, 20. Supply demand D3 ന്റെ ഡിമാൻഡ് 550 ആണ്. D4 ന്റെ ഡിമാൻഡ് 500. O2 സപ്ലൈ 600 നമ്മൾ നോക്കുക. ഇവിടെ 600 ഔട്ട് ഓഫ് 600 വി അലോക്കേറ്റ് 350. 600 350 അലോക്കേറ്റ് ചെയ്തു. അപ്പം ബാലൻസ് 600 മൈനസ് 350. 600 മൈനസ് 350 ദാറ്റ് ഈസ് ഈക്വൽ ടു 250. ഇവിടെ 600 350 അലോക്കേറ്റ് ചെയ്തതുകൊണ്ട് ഈ O2 എന്ന് പറഞ്ഞ റോയില് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെന്ററിൽ ബാലൻസ് ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് 250 ആണ്. 250 ക്വാണ്ടിറ്റി. സോ 250 ഹിയർ, 250 ആൻഡ് O3 800. Then find the penalty for each row and column. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസേ ഉള്ളൂ, റോ വൈസിലാണെങ്കിലും കോളം വൈസിലാണെങ്കിലും. സോ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ ഈ റോയില് 2 values are 20 and 28. So the difference is 8, 26 and 20. 2 list values 26 and 20. The difference is 6. Column wise 28 minus 26, that is 2. 20 minus 20 again 0. Okay, ഇവിടെ പെനാൽറ്റിയിലെ ഹയസ്റ്റ് പെനാൽറ്റി 8602. ഹയസ്റ്റ് പെനാൽറ്റി 8 ആണ്. 8 ആണ് ഹയസ്റ്റ് പെനാൽറ്റി. 8 റോ വൈസ് ആണ്. റോ ആണ് നമുക്ക് സെലക്ട് ചെയ്തത്. ഹയസ്റ്റ് പെനാൽറ്റി 8 ആണ് നമുക്ക് വന്നത്. 8 is corresponding to this റോ. അപ്പോൾ ഈ റോയില് ലീസ്റ്റ് കോസ്റ്റ് 28, 20. ഈ റോയിലെ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് 28, 20 ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഈ ഒരു സെല്ലിനാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കുന്നത്. എത്ര കൊടുക്കാൻ പറ്റും? 250. കറസ്പോണ്ടിങ് സപ്ലൈ 250 ആണ്. കറസ്പോണ്ടിങ് ഡിമാൻഡ് 500 ആണ്. വിച്ച് ഈസ് ലീസ്റ്റ് 500, 250. ഇതിൽ മിനിമം 250 ആണ്. വി വിൽ അലോക്കേറ്റ് 250 ഇൻ ദിസ് സെൽ. അപ്പോൾ ഈ corresponding this row will be eliminated. Then prepare the revised matrix, that is D3, D4, D3, D4 and O3. Corresponding cost of 26, 20, 550 D4 നമുക്കറിയാം 500 ഔട്ട് ഓഫ് 500 250 അലോക്കേറ്റ് ചെയ്തു. 500 മൈനസ് 250, the balance is 250. Then supply O3 ന്റെ corresponding supply 800. Again find the penalty for column and row. ഈ ഒരു O3 എന്ന് പറഞ്ഞ റോന്റെ പെനാൽറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ലീസ്റ്റ് വാല്യൂ ദാറ്റ് ഈസ് 20 ആൻഡ് 26. പെനാൽറ്റി ഈസ് 6. കോളം വൈസിൽ നമുക്കറിയാം ഇവിടെ ഒരു വാല്യൂസേ ഉള്ളൂ. D3 എന്ന് പറഞ്ഞ കോളത്തിൽ ഓൺലി 1 വാല്യൂ, 1 സെൽ. D4 അതേപോലെ തന്നെ D4. അപ്പോൾ
ഇവിടെ ഈ സെയിം കോസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ പെനാൽറ്റി ആയിട്ട് വരിക. കമ്പയർ ചെയ്യാൻ രണ്ട് ലീസ്റ്റ് കോസ്റ്റ് ഇല്ല, എന്നാൽ കൂടെ ഇതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ആ സെയിം കോസ്റ്റ് തന്നെയാണ് അതിൻ്റെ പെനാൽറ്റി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 26 തന്നെയാണ് ഈ ഒരു കോളത്തിൻ്റെ D3യുടെ പെനാൽറ്റി. 26. D4ൻ്റെ പെനാൽറ്റി ഈസ് ഓൾസോ 20 ആണ്. ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സെയിം കോസ്റ്റ് 20 ഈസ് ദ പെനാൽറ്റി. Take the highest penalty 6, 20, 26. Out of 6, 26 is the highest penalty, and take the corresponding, select the corresponding column, that is D3 column, and allocate to this cell. ഇതിലൊരു സെല്ലേ ഉള്ളൂ, അപ്പോൾ D3യിലെ ഈ സെല്ലിന് തന്നെ നമുക്ക് അലോക്കേഷൻ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ഡിമാൻഡും സപ്ലൈയും നോക്കുക. ഡിമാൻഡ് ഈസ് 550, supply is 800. 550, 800, which is minimum. 550 is minimum, so allocate 550 here, 550. Then this column will be eliminated. Again prepare the last matrix, that is D4 and O3. The cost is 20. Supply, demand. Supply നോക്കൂ, 800ൽ 550, 800ൽ 550 ഇവിടെ അലോക്കേറ്റ് ചെയ്തു. സോ 800 മൈനസ് 550, 800 മൈനസ് 550, that is 250. The balance supply is 250 for O3. So then D4ൽ balance demand 250. So final matrixil നമുക്കറിയാം demand and supply will be equal. We can allocate 250 here, 250. 20യുടെ കറസ്പോണ്ടിങ് സപ്ലൈ 250 ആണ്, കറസ്പോണ്ടിങ് ഡിമാൻഡ് 250 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ 250 കംപ്ലീറ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. 250 അലോക്കേറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ഹൗ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇനി നമ്മൾ നേരത്തെ NWCM ചെയ്തതുപോലെ അല്ലെങ്കിൽ LCMലൊക്കെ ചെയ്തതുപോലെ അലോക്കേഷൻ ഫുള്ള് നമ്മൾ മെയിൻ മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിൽ മെയിൻ മെട്രിക്സിൽ നമ്മൾ ആദ്യം 26ന് 450 അലോക്കേറ്റ് ചെയ്തു, 450. രണ്ടാമത്തെ മെട്രിക്സിൽ 22ന് 50 അലോക്കേറ്റ് ചെയ്തു. O1ൽ D1ന് നേരെ വരുന്ന 22ന് 50 അലോക്കേറ്റ് ചെയ്തു. ഈ 22ന് O1ൽ D1ന് നേരെ വരുന്ന 22ന് നമ്മൾ 50 അലോക്കേറ്റ് ചെയ്തു. ദെൻ മൂന്നാമത്തെ മെട്രിക്സിൽ O2ന് നേരെ വരുന്ന D1 O2ലെ 32ന് 350 അലോക്കേറ്റ് ചെയ്തു. 32ന് ഇവിടെ 350 അലോക്കേറ്റ് ചെയ്തു. അടുത്ത മെട്രിക്സിൽ നമ്മൾ D4ന് നേരെ വരുന്ന 20 O2 D4 O2 D4 ഈ 20ക്ക് നമ്മൾ 250 അലോക്കേറ്റ് ചെയ്തു. 250 അലോക്കേറ്റ് ചെയ്തു. ദെൻ നമ്മൾ D3 O3ലെ 26ന് D3 O3ലെ 26ന് 550 ആണ് അലോക്കേറ്റ് ചെയ്തത്. 550 അലോക്കേറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് മെട്രിക്സിൽ D4 O3ലെ 20ക്ക് 250 അലോക്കേറ്റ് ചെയ്തു. 250 അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അലോക്കേഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ചെയ്ത മെട്രിക്സിലെല്ലാം അലോക്കേഷൻ ഒരു മെയിൻ മെട്രിക്സിലോട്ട് മാറ്റി കാണിക്കുന്നു. ദെൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് is equal to 22 into 50, 22 into 50 plus 26 into 450
26 into 450 plus 32 into 350, 32 into 350 plus 20 into 250, 20 into 250 plus 26 into 550, 550 plus 20 into 250, 20 into 250. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 22 into 50, 22 into 50 1100, 26 into 450 11,700, 32 into 350 11,200, 20 into 250 5,000, 26 into 550 14,300, 20 into 250 5,000. ടോട്ടൽ ചെയ്താൽ 48,300. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് 48,300. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ.